ഈ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞ ഉടനുണ്ട് ഇവിടേക്ക് കാണുന്ന സമ്പ്രദായം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. ഈ അപ്പുറം ഈ കൈ കൊടുക്കുന്ന സമ്പ്രദായം മുസാഫഹത്ത് അതൊരു ഇസ്ലാമിൽ അഡ്രസ് ഇല്ലാത്ത ഏർപ്പാടാണ്. അത് പണ്ഡിതന്മാര് മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷാഫി പണ്ഡിതനായ ഇസ്ബിൻ അബ്ദുസ്സലാം അദ്ദേഹത്തിന്റെ ഫതാവകളിൽ 46-47 പേജിലും അതേപോലെ തന്നെ ഇമാം നവവി അൽ മജ്മൂഇലും ഈ കാര്യം വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇമാം നാസിറുദ്ദീൻ അൽ അൽബാനി ഈ വിഷയത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ആ സിൽസിലത്തു സഹീഹ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 23-ാമത്തെ പേജിൽ പറയുന്നു, അമ്മൽ മുസാഫഹത്തു അഖദു സ്വലവാത്തി, നിസ്കാരങ്ങളുടെ ഉടനെയുള്ള ഈ കൈകൊടുക്കൽ ഫബിദഅത്തുൻ ലാ ശക്ക ഫിഹ, അതൊരു അനാചാരമാണതിൽ സംശയമില്ല. ഇല്ലാൻ തകൂന ബൈന സ്നൈനി ലം യകൂന ഖദ് തലാഖിയ ഖബല ദാലിക ഫഹിയ സുന്ന. ഒരാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പരിചയമുള്ള ഒരാളാണ്, എന്നാൽ അവന് കൈ കൊടുക്കുന്നത് ഈ പെടൂല, അപ്പൊ അതൊരു സുന്നത്താണ്. ഇതൊരു കാരണമല്ല. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ സലാം പറയില്ല, പള്ളിയിൽ നിന്ന് കണ്ടാൽ കൈ വരില്ല, ഒരു ദിവസം ഒരു പരിചയവും കാണിക്കാത്ത ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ഉടനെ നമ്മളിവിടെ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എണ്ണിക്കൊണ്ടിരിക്കും. ആ എണ്ണം ബാത്തിലാക്കാൻ വേണ്ടി അടക്കൊരു കയ്യല്ല, അവൻ ആ പരിപാടി ഇല്ലാന്ന് അവിടെ ചെയ്യാൻ പോകരുത്. ഈ വിവരമില്ലാത്ത ആരെങ്കിലും തരുമ്പോൾ കൈ കൊടയൊന്നും വേണ്ട, നമ്മൾ കൈ തൽക്കാലം കൊടുത്തിട്ട് നമ്മളെ ഭാഷ തിരിയുന്ന ആളാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, കൂട്ടർ ഇത് ഇങ്ങനെ ഒരു സുന്നത്തുള്ളതൊന്നല്ല, അത് തന്നത് ഏതായാലും തന്നു, ഇങ്ങനെ ഒരു ആചാരം നബി പഠിപ്പിച്ചെന്നിട്ടില്ല, നല്ല നിലക്ക് പറഞ്ഞ് ഉപദേശിക്കുക. കാരണം അങ്ങനെ ഒരു കൈ കൊടുക്കുന്നൊരു ഏർപ്പാട് നബിയോ സഹാബത്തോ നമുക്ക് നിർവഹിച്ച് കാണിച്ചു തന്നിട്ടില്ല എന്നർത്ഥം. നോക്കിയാൽ ഇതൊരു വലിയ കാര്യമായിട്ട് കാണുന്നത്. 4 ഭാഗത്ത് അപ്പുറം എടുക്കണം, 4 ആൾക്ക് ഉപ്പുറം എടുക്കണം, 4 ആൾക്ക് എത്തി വലിഞ്ഞ് മനുഷ്യൻ കൈ കൊടുക്കും. വേറെ ചില ആൾക്കാർ ഇമാമിന്റെ അടുത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീണ്ടു പോകാൻ മുട്ടുത്തി പോയിട്ട് കൈ കൊടുക്കുന്നു. ഇതൊന്നും നബിചര്യയിൽപ്പെട്ടതല്ല. ഒരാൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും മുസാഫഹത്ത്, അതല്ല നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇതൊരു സുന്നത്താണെന്നുള്ള നിലക്കാണ് ആൾക്കാർ ചെയ്യുന്നതെങ്കിൽ അത് ആവശ്യമില്ലാത്ത വിദഅത്താകുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാം.